എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ PYQ ബ്യൂട്ടിഫുൾ PYQ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 11th ഹൈഡ്രോകാർബൺസ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം എക്സാംസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും, റിവിഷൻ്റെ തിരക്കിലായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് ഹെൽപ്ഫുള്ളായിട്ട് ഹൈഡ്രോകാർബണിലെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ട് 2 അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐസോമറിസം അല്ലേ. സോ ഐസോമറിസത്തിൽ നമുക്കറിയാം ജിയോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. അപ്പോൾ ബ്യൂട്ട് 2 ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്തൊക്കെയായിരിക്കും? ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് സിസ് ട്രാൻസ് ഐസോമേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ബ്യൂട്ട് 2 ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് നമ്മൾ വരക്കുകയാണെങ്കിൽ ബ്യൂട്ട് 2 സ്ട്രക്ചർ എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH3 ഇതാണ് എന്ത് ബ്യൂട്ട് 2 സ്ട്രക്ചർ. ആൻഡ് ഇതിന് നമുക്കറിയാം സിസ് ഉണ്ട്, ട്രാൻസ് ഉണ്ട്, എന്ത് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ആയിട്ട്. അപ്പോൾ സിസ് ട്രാൻസ് ഐസോമേഴ്സ് വരക്കുമ്പോൾ നമ്മൾ രണ്ട് കാർബൺ ആറ്റംസ് വരക്കും, എന്ത് ഡബിൾ ബോണ്ടുള്ള ആ കാർബൺ ആറ്റംസ് നമ്മൾ വരക്കും. ആൻഡ് അതിൻ്റെ രണ്ട് ബോൺസിനെ നമ്മളിങ്ങനെ വരക്കും. അപ്പോൾ നമുക്കിവിടെ അറിയാം ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പുമാണ് രണ്ട് കാർബണിലുള്ളത്. അപ്പോൾ രണ്ട് മീഥൈൽ ഗ്രൂപ്പും ഒരു സൈഡിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, രണ്ട് മീഥൈൽ ഗ്രൂപ്പും അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ഗ്രൂപ്പും ഒരു സൈഡിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഐസോമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിസ് ഐസോമർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവർ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? CH3 ഇവിടെ ആൻഡ് അനദർ CH3 ഇവിടെ. ഓക്കെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, അതിന് ഡയഗണലി ഓപ്പോസിറ്റ് ആയ സ്ഥലത്ത് മറ്റേ ഹൈഡ്രജനും. ഇതിനെ നമ്മൾ എന്താന്ന് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ ട്രാൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ട്രാൻസ് ഐസോമർ. സോ നമുക്ക് സിസ് ഐസോമറും കിട്ടി, ട്രാൻസ് ഐസോമറും കിട്ടി. ക്ലിയർ ആണോ? സോ ഇതാണ് എന്ത് ബ്യൂട്ട് 2 ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു സ്ട്രക്ചറിന് 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് കളയാൻ പറ്റില്ല. ഓക്കെ, സോ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് അതൊക്കെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. വുഡ്സ് റിയാക്ഷനും ഖരാഷ് എഫക്റ്റും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ വുഡ്സ് റിയാക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. വുഡ്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ പഠിച്ചത്? ആൽക്കെയിൻസിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിലാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ പഠിച്ചിട്ടുള്ളത്. എന്താണ് വുഡ്സ് റിയാക്ഷൻ? 2 മോൾ ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം നമ്മൾ എടുക്കുകയാണ്. എന്തിൻ്റെ പ്രസൻസിലാ? ഡ്രൈ ഈഥർ. എന്തിനാണ് നമ്മളിവിടെ ഡ്രൈ ഈഥർ എടുക്കുന്നത്? സോഡിയം മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ നമുക്ക് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം സോഡിയം മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്ത ഒരു എക്സ്പ്ലോസീവ് റിയാക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ സോഡിയത്തിനെ ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ എടുക്കും. ആൻഡ് നമ്മൾ എന്തെടുക്കുന്നുണ്ട്? 2 മോൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്? നമുക്കറിയാം RH പ്ലസ് 2Na പ്ലസ് RH 2 മോൾ ആൽക്കൈൽ ഹാലൈഡ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് അല്ലേ. ആൻഡ് എന്താണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്? 2 മോൾസ് ഓഫ് NaX റിലീസ് ചെയ്യും. ആൻഡ് നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഹൈഡ്രോകാർബണും കിട്ടും. അതാണ് എന്ത് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷനിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ഹൈഡ്രോകാർബൺ കിട്ടാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? വുഡ്സ് റിയാക്ഷൻ. ക്ലിയർ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചതാണ് എന്ത്? ഫിറ്റിക് റിയാക്ഷനും വുഡ്സ് ഫിറ്റിക് റിയാക്ഷനും. ക്ലിയർ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഖരാഷ് എഫക്റ്റ്. ഇതിൽ ആർക്കൊക്കെ അറിയാം എന്താണ് ഖരാഷ് എഫക്റ്റ് എന്ന്? ആർക്കൊക്കെ അറിയാം? ഓക്കെ, ഇത് എന്തിൻ്റെ വേറെ പേരാണ് ഈ ഖരാഷ് എഫക്റ്റ് എന്ന് ആർക്കൊക്കെ അറിയാം? അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കാണ് ഇത് അറിയാമെന്ന് നോക്കാം. ഓക്കെ, സോ ഖരാഷ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്കിത് എറേസ് ചെയ്യാം. ഓക്കെ, ഖരാഷ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആൻറ്റി പെറോക്സൈഡ് എഫക്റ്റിൻ്റെ ഒരു വേറെ പേരാണെന്ത്? ഖരാഷ് എഫക്റ്റ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ പേര് തന്നിട്ടുണ്ട്. ആൻഡ് എന്താണ് ഖരാഷ് എഫക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഖരാഷ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പെറോക്സൈഡ് എഫക്റ്റ് ആണെന്ന്. അപ്പോൾ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ഞാൻ എടുത്താൽ എന്താണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ? ഞാൻ നേരത്തെ എടുത്ത ആൽക്കീൻ ഒന്നും കൂടെ എടുക്കാൻ പോവാണ്. ബ്യൂട്ട് 2.
ഈ ബ്യൂട്ട് 2ൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡബിൾ ബോണ്ട് കണ്ടെയ്നിങ് കാർബൺ ആറ്റംസ് നമുക്കുണ്ട് അല്ലേ. ഈ ഡബിൾ ബോണ്ട് കണ്ടെയ്നിങ് കാർബൺ ആറ്റംസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന 2 ബോണ്ട്സ് ആരായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ ഒരു ഹൈഡ്രജനും ഒരു മീഥൈൽ ഗ്രൂപ്പും, ഇവിടെയും ഒരു ഹൈഡ്രജനും ഒരു മീഥൈൽ ഗ്രൂപ്പും. നേരെ മറിച്ച് നിങ്ങൾ ഫസ്റ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാർബൺ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് 2 ഹൈഡ്രജൻ ആയിട്ടും ഈ കാർബൺ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഹൈഡ്രജനും ഒരു മീഥൈൽ ഗ്രൂപ്പായിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആണ് കിട്ടുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് എന്ത് പറയാം? അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മൾ HBrനെ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്കറിയാം ഇവിടെ മാർക്കോണിക്കോവ്സ് അഡീഷൻ ആണ് നടക്കുക. മാർക്കോണിക്കോവ്സ് അഡീഷൻ നടക്കുമ്പോൾ ഈ ബ്രോമിൻ എങ്ങോട്ട് പോകും? കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്തേക്ക് പോകും. ആൻഡ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CHBr CH3. ഈ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? HBrനെ ഞാൻ എടുത്താൽ ഈ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBrനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് മാർക്കോണിക്കോവ്സ് അഡീഷൻ നടന്നിട്ട് എനിക്ക് 2 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. പക്ഷേ ഇവിടെ അതല്ല ചോദിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഖരാഷ് എഫക്റ്റ് ആണ്. സോ എന്താണ് ഖരാഷ് എഫക്റ്റ്? ഖരാഷ് എഫക്റ്റ് നമുക്കറിയാം അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മൾ HBr ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. അപ്പം സെയിം റിയാക്ഷൻ തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. എന്താണ് ഇവിടെ ഡിഫറൻസ് ഉണ്ടാവുന്നത്? ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ എടുക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ നടക്കുക? ആൻറ്റി മാർക്കോണിക്കോവ്സ് അഡീഷൻ ആണ് നടക്കുന്നത്. ആൻറ്റി മാർക്കോണിക്കോവ്സ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ബ്രോമിൻ എങ്ങോട്ട് പോകും? കാർബൺ കണ്ടെയ്നിങ് ഹൈ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്തേക്ക് പോകും. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3 CH2 CH2Br. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, ബ്രോമോ പ്രൊപ്പൈൻ അല്ലെങ്കിൽ 1 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും എനിക്ക് ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഖരാഷ് എഫക്റ്റ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ HBr ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരമാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ ഖരാഷ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, 4 മാർക്ക്. ഓക്കെ, ഹൈഡ്രോകാർബൺ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ 11th. അപ്പോൾ ആരും ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ആരും ഒഴിവാക്കി എക്സാമിന് പോവരുത്. കാരണം നിങ്ങളുടെ മാർക്കിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ മോർ ദാൻ 10% നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ ആരും ഇതൊന്നും ഒഴിവാക്കിയിട്ട് പോകരുത്. നെക്സ്റ്റ് നമുക്കുള്ളത് റൈറ്റ് A and B ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് A എന്താണ് B എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് രണ്ടിനും 1 മാർക്ക് ഈച്ച് ആണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റിൽ നമുക്ക് കാണുന്നത് എന്താണ്? 3 മോൾസ് ഈഥൈനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിട്ടാൽ ഇതേത് റിയാക്ഷനാണ്? ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുള്ള ഒരു റിയാക്ഷനാണ് ആരോമാറ്റൈസേഷൻ അല്ലേ. ആൻഡ് നമുക്കറിയാം ഈഥൈനിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? ഈഥൈനെ റെഡ് ഹോട്ട് അയൺ ട്യൂബ് ഇൻ പ്രസൻസ് ഓഫ് 873 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ ആയിരിക്കും. സോ നമ്മുടെ A എന്താണ്? ബെൻസീൻ ആണ്. നെക്സ്റ്റ് വൺ നമുക്കുള്ളത് നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെയാണ് കാണുന്നത്. അതായത് 2 മോൾസ് ഓഫ് CH3Cl ഇൻ പ്രസൻസ് ഓഫ് 2 മോൾസ് ഓഫ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. ഇതെന്ത് റിയാക്ഷനാണ്? ഏത് റിയാക്ഷനാണിത്? നമ്മൾ നേരത്തെ കണ്ട വുഡ്സ് റിയാക്ഷൻ ആണിത്. അപ്പം നമുക്കറിയാം എന്ത്? 2R അല്ലെങ്കിൽ R ആണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇവിടെ R എന്താണ്? CH3. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3 പ്ലസ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ്? ഇവിടെ സോഡിയം ഉണ്ട്, ഇവിടെ ഉള്ള ഹാലജൻ ആരാണ്? ക്ലോറിൻ. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? 2 മോൾസ് ഓഫ് NaCl ആയിരിക്കും നമുക്ക് കൂടെ കിട്ടുന്നത്. ഓക്കെ, സോ നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ എന്താണ്? ഈഥൈൻ ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ക്ലിയർ ആണോ?
ഓക്കെ, സോ ഹൈഡ്രോ കാർബണിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ PYQയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രോ കാർബൺ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈസിയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ആ ചാപ്റ്റർ. അപ്പോൾ ആരും അതൊന്നും സ്കിപ്പ് ചെയ്ത് എക്സാമിന് പോകരുത്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, PYQs ഒക്കെ ചെയ്യുക. ഓക്കെ, അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.